എവിടെ ഇതുവരെ പോയില്ലേ? ഡേ മണി എത്രയാടായി? മണി ഇപ്പൊ 9 ആവും. 9 മണിക്ക് ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞ അവിടെ കിടന്ന് കറങ്ങണം. എന്തായാലും 10 മണിയായാലും ഓഫീസിൽ എത്താൻ പോകില്ല. കാരണം എന്താ അറിയും? അമ്മ അല്ല ചാച്ച സാധാരണ മുടിയൻ ചേട്ടൻ ഇവിടുന്ന് 8:30 ആകുമ്പോൾ ഇറങ്ങി പോവല്ലോ. ഇതിപ്പോ മുടിയൻ ചേട്ടൻ ഭയങ്കര ടെൻഷൻ അടിച്ചോണ്ട് വെകിളി പിടിച്ചായിരിക്കും കാര്യം മൊത്തം ചെയ്തത്. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഒരു കാര്യവും സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് 10:30 ആവും. ഇത് ചിലവർക്കുള്ളൊരു മാനസിക വിഭ്രാന്തിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ മാനസിക വിദഗ്ധൻ മെന്റലി മിണ്ടരുത്. ഞാൻ ഇവിടെ നിൽക്കല്ലേ. സോറി അച്ഛാ, അതൊരു ഫ്ലോയിൽ അറിയാതെ. പേപ്പേഴ്സ് കിട്ടിട്ടാ? കിട്ടിയാ? എന്നാ പെട്ടെന്ന് ബാഗിൽ എടുത്ത് വെച്ചിട്ട് പോവാൻ നോക്ക്. എന്റെ ബ്ലാക്ക് ഷൂ ഉണ്ടായിരുന്നു നേരത്തെ. ഞാൻ ചോദിച്ചു ബ്ലാക്ക് ഷൂ. എനിക്കതിനറിയാം നിന്റെ ഷൂ. എന്റെ പൊന്ന് ചേട്ടാ, കഴിഞ്ഞ അവിടെ ചേട്ടന്റെ ഫ്രണ്ട് അമലാൻ ഇവിടെ വന്നപ്പോ ബ്ലാക്ക് ഷൂ ഇഷ്ടപ്പെട്ടു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? ഞാൻ ഇതെങ്ങനെ മറന്നടാ? 9 കഴിഞ്ഞാൽ ഇനി രാത്രിയുള്ളൂ 9. അല്ല അമ്മയ്ക്ക് എന്നാ പോകുന്നു വേണ്ട, ഡ്രസ് ഒന്നും മാറുള്ള. എനിക്ക് 10 മണിക്ക് എത്തിയാ പോരാ. ഞാൻ ഇവിടുന്ന് ജംഗ്ഷൻ നിന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് അങ്ങ് പോകും. അമ്മക്ക് 10 മണിക്ക് എത്തിയാ മതിയല്ലേ? അത് പണ്ടേ അങ്ങനെയല്ലേ. എടാ നീ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. അല്ലേ എന്റെ ഫ്രണ്ട് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് എന്തോന്ന് എടാ ചെരുപ്പിട്ടാ മതിയല്ലടാ? മതി. മനസ്സിലാവില്ല. അമ്മ വീണ്ടും അടുക്കളയിൽ പോയി. ഇതെന്താണത്? അതിന് വണ്ടേ ഭ്രാന്തല്ലേ? ഓഫീസിൽ പോകാൻ സമയമായ എല്ലാവർക്കും ഓട്ട മത്സരം. എല്ലാവർക്കും ഓട്ട മത്സരാ. അച്ഛാ അച്ഛൻ ഇത് പോണ്ട അച്ഛാ. എനിക്ക് കുറച്ച് താമസിച്ച് പോയാട്ടെ. നിങ്ങൾക്ക് പോണ്ടേ? ശനിയാഴ്ച ആയിട്ട് ഇവിടെ ക്ലാസ്. അച്ഛാ അച്ഛൻ അമ്മയ്ക്ക് ഓഫീസിൽ പോയിട്ട് ഒരു വണ്ടി വാങ്ങി കൊടുക്കണം. അതാകുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. വയസ്സാകാലത്ത് ഞാൻ വണ്ടി കൊടുത്ത് എവിടെ മലനടിച്ച് വീഴുന്നു. പിന്നെ ഞാൻ പോയി ആശുപത്രി കാവലിരിക്കണം. അമ്മ പടം എടുത്തായി പോടക്കാൻ. അമ്മ അടുക്കളയില്. എടാ എന്റെ കറുത്ത ജീൻസ് പാൻറ് ഉള്ളൂ, പ്ലെയിൻ ബ്ലാക്ക് പാൻസ് കാണാനല്ലോ. മുന്നേ ഉണ്ടായതാണെന്നേ. അച്ഛാ ഇത് മാനസിക വിഭ്രാന്തി ഫിക്സ്. മാനസിക വിഭ്രാന്തി നിന്റെ അയ്യോ ഞാൻ ഇവന്റെ വേറെ ആൾക്കാർ വിളിച്ച അവന് ഇവന്റെ അച്ഛനെ വിളിച്ചത് തന്നെ. നീ അടുക്കളയിൽ നിന്ന് ചൊറിഞ്ഞു തുടങ്ങി കേട്ടാ. നീ ഒരു കാര്യം മറക്കരുത്. ഞാൻ അടക്കണ കറണ്ടിന്റെ വെളിച്ചത്തിലാണ് നീ പഠിക്കണത് കേട്ടോ. ചേട്ടാ എച്ചിക്കണക്ക് ഇറങ്ങി പൊക്കൂടെ. ഇന്നൊരു ദിവസം കഴിഞ്ഞോട്ടാ എടുത്തോളാം, പഞ്ഞിക്കിട്ടോളാം കേട്ടാ കേട്ടാ. ചേട്ടൻ ഓഫീസിൽ പോണ്ടേ? ലേറ്റ് ആയില്ലേ? പോവാൻ നോക്ക്. 9 മണിയുടെ എത്ര നേരം അറിയോ? ബ്ലാക്ക് ജീൻസ് ആണല്ലോ. അല്ല ബ്ലാക്ക് ജീൻസ് ഉള്ളൂ, മറ്റേ കറുത്ത പ്ലെയിൻ ബ്ലാക്ക് പാന്റ് കാണാനില്ല. എനിക്കും ഒരു അമ്മ ഇങ്ങനെ വാഴ്ത്തെടുത്തില്ല. അമ്മ ഞാൻ മിക്കവാറും ഓട്ടോ പിടിച്ചുകൊണ്ട് വരുമ്പോ എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരില്ല പിക്കുക. അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് വിളിച്ചാൽ അവലെ ഇറങ്ങി വരുള്ളൂ. ആ ചേട്ടന് വിവരമുണ്ട്. ആ ചേട്ടൻ അറിയാം മുടിയൻ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇന്നൊന്നും ഓഫീസിലെത്താൻ പോകണില്ല. നോക്കണം എല്ലാവർക്കും 4 സൈഡിന്ന് കുത്താൻ മോൻ കഴിക്ക്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇറങ്ങണമ്മ. ഏരിയ മാനേജർ 10 മണിക്ക് അവിടെ എത്തും. അങ്ങനെ അവിടെ വന്നിട്ട് എല്ലാവരും പൊരിക്കും. അവന്റെ പെണ്ണും പൊരിക്കും ഉറപ്പാ. ചേട്ടനെ പൊരിക്കണം. ചേട്ടൻ ബ്രില്യന്റ് പെർഫോമർ ഒക്കെ അല്ലേ? ചേട്ടനെ പൊരിക്കണം. അതൊക്കെ ഇവിടെ വന്ന് പറയുന്ന കാര്യമില്ലേ? അവിടുത്തെ കാര്യം അവർക്കല്ലേ അറിയൂ. കൊല്ലടാ എന്നെ കൊല്ലടാ. നോക്കുമ്പോ എല്ലാരും കൂടി കളിയാക്കണത്. നീ അത് മൈൻഡ് ചെയ്യണ്ട, കഴിക്കത്. ഹലോ എടാ ഇറങ്ങി നടന്നു തുടങ്ങിയടാ. ഞാൻ ബബിൾക്കം ചവയ്ക്കണത്. എടാ ദോശയല്ലടാ. എടാ അത് തട്ടുകടന്ന് ആര് എത്ര ദോശ വേണമെന്ന് ചോദിച്ചതാ. എല്ലാരും ചവയ്ക്കോടാ ബബിൾക്കോടാ. ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ എത്തി 100 മീറ്റർ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. അയ്യോ പോടാ. നമ്മൾ കണ്ട് പറയാൻ എവിടെ പോണ്? ചെക്കൻ പോണ പോക്കണ്ട പാന്റ് ഇടണ്ട്. ബാലു വിളിക്കവരെ ചിരിക്കണ നോക്കി ഓരോ നിന്നിട്ട് കൊള്ളാലോ. അത് കൊള്ളാലോ. ഇടയ്ക്കൊക്കെ പാടമൊക്കെ നല്ലതാണ്. പഞ്ച്വാലിറ്റി സാധനം ഉണ്ടല്ലോ, അത് പഠിക്കട്ടെ ചേക്കൻ.
ആ ഫോൺ എടുത്തോ വിളിച്ച് പറയട്ടെ പോയി എടുത്തിട്ടോ. അമ്മ ഈ രീതിയില് ഏരിയ വൈദ്യുത മുമ്പിൽ പൊതിക്കുന്ന അവസ്ഥ തലച്ച് നോക്കി എന്ത് ദുഷ്ട മനസ്സാ നോക്കണം. അമ്മ വരുന്നുണ്ട്. കലിപ്പാണ് മക്കളെ അച്ഛൻ ഇല്ല നിരപരാധിയാണ്. അച്ഛൻ അറിഞ്ഞോണ്ടൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ നിരപരാധിയാണ്. എല്ലാം കൂടി മാറിയിരുന്ന് ചിരിക്കായിരുന്നല്ലേ. ആ റോഡിലുള്ള പിള്ളേരൊക്കെ എന്നെ നോക്കി കളിയാക്കായിരുന്നു. നമുക്ക് പറയാൻ പാടില്ല ഞാൻ ബാഗ് ഇട്ടിട്ടില്ലെന്ന്. എടാ പൊട്ട, ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് നീ ഓടിയില്ലേ, പിന്നെ അങ്ങനെ പറയണത്. മരം പൊട്ടി. അയ്യോ മരം പൊട്ടി. അയ്യോ മരം പൊട്ടി.